പി ജയേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഒന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നല്ല രീതിയിൽ വരുമാന മാർഗമായി മാറുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നികുതി ഇനത്തിലാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെ കൊളംബോ പോർട്ട് ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ്. അപ്പോൾ കൊളംബോയോടും ജബൽ അലിയോടും സിംഗപ്പൂരിനോടും ഒക്കെ കിടപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പോർട്ടായി വരും എന്നിങ്ങനെ നമ്മൾ ഈ പത്രഭാഷയിൽ ആലങ്കാരികമായി ഒരുപാട് കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കപ്പൽ ചാലിൽ നിന്നുള്ള വളരെ അടുത്ത 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള സാന്നിധ്യം തൊട്ട് പല ഘടകങ്ങൾ, സ്വാഭാവിക ആഴമുള്ള കടൽ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത് ഭാവി വികസനത്തിനുള്ളൊരു വലിയ സൂചന എന്ന നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിനനുകൂലമായ സമീപനമായിരിക്കുമോ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ എടുക്കുക? തീർച്ചയായിട്ടും അഭിലാഷേ, അല്പം കൂടി ചരിത്രം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നുന്നു അഭിലാഷേ. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. 2013 ഈ പോർട്ട് വികസിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അദ്ദേഹം ടെൻഡർ ക്ഷണിച്ചു. അഭിലാഷിന് ഓർമ്മയുണ്ടാകും, ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഇന്ന് ചിലർ സങ്കടപ്പെടുന്നുണ്ട് ഇതിൽ ആർക്കൊക്കെയോ ലാഭമുണ്ടായിപ്പോയി എന്നുള്ളത്. അന്ന് പറഞ്ഞ കാരണം ഇത് ഓഖി ദുരന്തം നടന്ന മണ്ണാണ്, ഇത് സുനാമി സാധ്യതയാണ്, അതുകൊണ്ട് തയ്യാറായില്ല. അതെ, ഏതായാലും ശരി, ആ പ്രദേശത്ത് മുതൽ മുടക്കാൻ പലരും പിന്നീട് തയ്യാറായില്ല. 2015 ഒരർത്ഥത്തിൽ നമ്മൾ അദാനിയെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ അന്നും അത് ആർക്കും വലിയ റിസ്ക് എടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല അഭിലാഷേ. പക്ഷേ ഇന്നത് വളർന്ന് വികസിച്ചിരിക്കുന്നു. അവർക്ക് ലാഭമുണ്ടായി എന്ന് കരയുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, സർ, ഇത് നേരത്തെ 2040 ഫിനാൻസ് ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന കണ്ടീഷനിലായിരുന്നു ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടത്. പിന്നീട് ഇന്ന് വിമർശിക്കുന്നവരാണ് അത് 2080 വരെ രണ്ടാം ഘട്ട സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അദാനിയുമായിട്ട് കരാർ ഒപ്പിട്ടത്. അപ്പോഴും ഞാൻ പറയുന്നു, ഇതിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷേ, ഇതിൻ്റെ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ഓണർ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങളുമല്ലേ. അന്നത്തെ തുച്ഛമായ ആർക്കും വേണ്ടാത്ത പോർട്ടിൻ്റെ മൂല്യം ഇത്ര വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസ്വത്തിൽ വർധനമുണ്ടായിട്ടില്ലേ? 2080 കഴിഞ്ഞാൽ ഈ മുടക്കുന്ന തുക മുഴുവൻ നമുക്ക് കിട്ടാൻ പോകുന്നതല്ലേ. ആ കരാറിനിടയാക്കി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് സ്വാഭാവികമാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ചിലർ ഈ ഒരു തരം വരട്ടുവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നോക്കൂ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചപ്പോൾ മിണ്ടാത്തവർ, കേരളത്തിലെ അന്തസ്സിനെ പോലും പരിഗണിച്ചോ എനിക്ക് തോന്നുന്നില്ല. ഇരുമ്പ് കസേരയിരുന്ന ഒരു മുഖ്യമന്ത്രി വിദേശ മാർക്കറ്റിൽ ചെന്ന് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിലയിടിപ്പോൾ ഓഹരി വിൽപ്പന അത്ര വലിയ തെറ്റാണോ സമ്പത്തെ? ഞാൻ താങ്കളോട് ചോദിക്കുന്നു, കോവളം കൊട്ടാരം ഹോട്ടലിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? അത് കേരളത്തിൻ്റെ പൊതുസ്വത്തായിരുന്നില്ലേ? അത് ഇന്ന് കേരളത്തിൻ്റെ കൈവശമുണ്ടോ? അത് ആരാണ് വിറ്റത്? എന്തെങ്കിലും ടെൻഡർ എങ്ങാൻ മേടിച്ചിട്ടാണോ? രണ്ടാമത്, താങ്കൾ കോമൺവെൽത്ത് എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോഴിക്കോട്ടൊരു വലിയ കണ്ണിൻ്റെ കണ്ണായ സ്ഥലത്ത് കുറേ ഭൂമിയുണ്ട് സമ്പത്തെ. അത് അവസാനം അത് വിറ്റു എന്നത് ആരുടെ കയ്യിലാണ് എന്നൊന്നും ഞാനിപ്പോൾ വിവാദം ഉണ്ടാക്കുന്നില്ല. അവസാനം അത് കോടതിയും നമ്മുടെ രാഷ്ട്രപതിയും ഒപ്പിട്ടുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. എന്തേ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചവർ അതിനൊരു ചെറുവല്ല അനക്കിയില്ല. മാത്രമല്ല, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് MCCയുമായിട്ട് വിദേശ നിക്ഷേപത്തിന് ഒപ്പിട്ടുപോലും ഇതൊന്നും നമ്മൾ പറഞ്ഞില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഒരു തെറ്റുകൾ തിരുത്തുകയായിരുന്നു നമ്മൾ. കമ്പ്യൂട്ടറിനെ എതിർത്തതിൻ്റെ ഫലമായി കേരളത്തിലെ യുവജനതയുടെ വികാസത്തെയും തൊഴിലവസരങ്ങളെയും അന്ന് തടഞ്ഞവർ 10-15 കൊല്ലം കഴിഞ്ഞൊരു മാപ്പ് പറയുമ്പോൾ നഷ്ടപ്പെട്ടത് ആര് തിരിച്ചു നൽകും അഭിലാഷേ? ശരി, ഇവിടെയും നമ്മളിപ്പോഴും ഈ തരത്തിൽ, നമ്മൾ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, ഒരു വലിയ ആനയെ കണ്ടപ്പോഴൊരു പരുന്ത് പറഞ്ഞു അത്രേ, ഒറ്റ ഞാൻ ഒറ്റുമായിരുന്നു. മലബാറിൽ ഒറ്റുക എന്ന് പറഞ്ഞാൽ റാഞ്ചുക, വെക്കാൻ സ്ഥലമില്ല, പറ്റിയൊരു മരമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴുകുകയാണ്. കേരളത്തിൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല അഭിലാഷേ. പക്ഷെ ഉപയോഗപ്പെടുത്താനുള്ള കെൽപ്പുള്ള, സാമ്പത്തിക സ്ഥിതിയുള്ള, ആസൂത്രണ മികവുള്ള സർക്കാരുകൾ ഉണ്ടായിരുന്നില്ല. അവർ മറ്റുള്ളവരുടെ സഹായം തേടി അവർ വന്നു. ആ കരാർ ഉണ്ടാക്കിയവരെയും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിമർശിക്കുന്നില്ല. അവരൊരു നല്ല കാര്യം ചെയ്തു. ഓക്കെ, ഫിനാൻസ് ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ,
അത് ഭാവിയിലെ കേരളത്തിന്റെ സ്വത്തല്ലേ? ശരി, ഭാവിയിൽ കേരള സർക്കാരിന് കൈമാറാവുന്ന അല്ലെങ്കിൽ കൈമാറേണ്ട കരാർ അനുസരിച്ച് കൈമാറേണ്ട പോർട്ടാണ് വിഴിഞ്ഞം. അതിപ്പോ ഫിനാൻസ് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും അദാനി വിഴിഞ്ഞം കമ്പനിയാണ് താനും.